ഹായ് ഗൈസ്. സോ NC ഫൈനലിലെ ഒരു 4ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നത്തെ പ്ലാൻ ഉല്ലപ്പൂളിലേക്ക് പോകാനായിട്ടുള്ള പ്ലാനാണ് കേട്ടോ. അവിടെ നല്ല ഫേമസ് ആയിട്ടുള്ള ഫിഷ് ആൻഡ് ചിപ്സ്, ഫിഷ് ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഒരു നല്ലൊരു കോസ്റ്റൽ ഏരിയ ആണ്. പിന്നെ വലിയൊരു ഹാർബറൊക്കെ ഉണ്ട് എൻ്റെ സൈഡിൽ തന്നെ. ഇതാണ് ഈ ചിപ്പ്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഫിഷിൻ്റെ കടയാണ്. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അവാർഡ് കിട്ടിയിട്ടുള്ളതെന്നൊക്കെയാണ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടത്. പിന്നെ അത് മാത്രമല്ല, ഈ കടയിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ കായ്ക്കാൻ്റെ കടയിൽ മമ്മൂട്ടിയുടെ ഒക്കെ ഒപ്പുള്ള പോലെ ഇവിടെയും കുറേ പേര് ഒപ്പിട്ടും ഇതൊക്കെ വെച്ച് നിൽപ്പുണ്ട്. എന്തായാലും കൊള്ളാവുന്നൊരു മെനു നോക്കി ഞങ്ങളൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. അതാണ് ഇപ്പം ഈ കാണുന്നത്. അതിനകത്തെല്ലാം ഉണ്ട് കേട്ടോ. അതൊരു മിക്സഡ് ആണ്, ഒരു മിക്സഡ് ഗ്രില്ല് പോലെ മിക്സഡ് ഫിഷ് ഐറ്റംസ് എല്ലാം ഉണ്ട് അതിനകത്ത്. പിന്നെ അതിന്റെ പുറത്തുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. നല്ലൊരു സീ ഫുഡ് പ്ലാറ്ററൊക്കെ ലഞ്ചായിട്ട് കഴിച്ച് നമ്മളിവിടെ ബാക്കിൽ ഫെറി ഉണ്ട്. അപ്പോൾ അത് ഇവിടെ സീ സൈഡിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ഉല്ലപ്പൂളിലെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നല്ല ഐസ്ക്രീംസ് കിട്ടും അവിടെ. നല്ല ജലാത്തോയും ഫ്രഷ് കോൺ ഐസ്ക്രീംസും ഒക്കെ കിട്ടും. നമ്മൾ 2 ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇപ്പം നമ്മൾ അവിടെ അടുത്ത് കാർ പാർക്ക് ചെയ്ത സൈഡിലൊരു വീട്ടിൽ കണ്ട ഒരു ഇതാണ്. ആരും ഉണ്ടാക്കി വെച്ചതാണ്. നല്ല രസമുണ്ട്. അപ്പോൾ അത് വീഡിയോ ആയിട്ട് എടുത്തിടണമെന്ന് തോന്നി. ഈ കാണുന്നതൊക്കെ ഈ സീ സൈഡിനകത്തുള്ള ഒരു വലിയൊരു ക്യാമ്പിംഗ് സൈറ്റാണ് കേട്ടോ. എല്ലാവരും ക്യാമ്പറുമായിട്ടും വണ്ടികളായിട്ടൊക്കെ വന്ന് ക്യാമ്പ് ചെയ്യുന്ന ഒരു വലിയൊരു ക്യാമ്പ് സൈറ്റാണ്. ഞാൻ ഇപ്പോൾ ഈ വരുന്ന വഴിയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബിഗ് ഇതാണെന്ന് തോന്നുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ നല്ല രസമാണല്ലോ ഈ സീയുടെ തൊട്ട് സൈഡിൽ തന്നെ ക്യാമ്പ് ചെയ്ത് ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസ് അല്ലേ. Opens a world through an ancient door. The silence alive, yet brimming with sound. ഇവിടുത്തെ ഒരു ലൈറ്റ് ഹൗസ് ആണ് ഉല്ലപ്പൂളിലെ തന്നെ. അപ്പോൾ ഇതുപോലെ കുറേ ലൈറ്റ് ഹൗസുകൾ നമുക്ക് കാണാം. കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലൈറ്റ് ഹൗസുകൾ കാണാൻ പറ്റും നമ്മൾ NC 500 തന്നെ. പിന്നെ നമ്മൾ അടുത്തത് പോയത് കൈലേഷ് ബ്രിഡ്ജിലേക്കാണ്. അപ്പോൾ തന്നെ ഓൾറെഡി വൈകിട്ടൊരു സമയമായി, 6 മണിയൊക്കെയോളമായി. അപ്പോൾ നമ്മൾ ഇന്ന് ഈ കൈലേഷ് ബ്രിഡ്ജിൻ്റെ അടുത്ത് ക്യാമ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കൈലേഷ് ബ്രിഡ്ജ്. നമ്മൾ രാവിലെ എണീക്കുമ്പം ഈ വ്യൂ ഒക്കെ ആയിരിക്കും കാണുന്നത്. ഇപ്പോൾ ഓൾറെഡി 2-3 ക്യാമ്പർ വാൻ ഇപ്പം തന്നെ വന്ന് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാവിലെയായി. നമ്മളിവിടുന്ന് രാവിലെ പോകാൻ പോകുന്നത് വെയിലിംഗ് വിഡോ വാട്ടർഫോൾസ് കാണാനാണ്. ഈ സ്ഥലങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള സ്പോട്ടുകളാണ്. ഇതെല്ലാം NC 500 റോഡിലാണ്. അപ്പോൾ ഇവിടുന്ന് നടന്ന് നമ്മൾ വെയിലിംഗ് വിഡോ വാട്ടർഫോൾസ് കാണാനാണ്. നമ്മൾ ഇവിടുന്ന് നടന്ന് കയറി പോകുന്നത് വെയിലിംഗ് വിഡോ വാട്ടർഫോൾസ് കാണാനാണ്. വെയിലിംഗ് വിഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോണ്ട് അല്ലെങ്കിൽ ഒരു ലേക്ക്. ആ ലേക്കിൽ നിന്ന് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകുന്ന പോലെ ഒരു നാരോ ആയിട്ടുള്ള സ്പേസിൽ കൂടെ ഒരു വാട്ടർഫോൾ അതാണ്. അപ്പോൾ ആ കാണുന്ന പോണ്ടിൽ നിന്ന് ഒഴുകി വരുന്ന വാട്ടർഫോൾസ് ആണത്. അതുകൊണ്ടാണ് ഇതിന് വെയിലിംഗ് വിഡോ വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. അവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്ത സ്ഥലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലമർത്തണം, കമൻറ്റ് ചെയ്യണം. അതെ, ബെല്ലൈക്കൺ അമർത്തണം, കമൻറ്റ് ചെയ്യണം.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് The earth's ബൈ. gentle sigh